അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയത്തെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികൾക്കും എതിരഭിപ്രായം ഉണ്ടാവാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ജീവിതത്തിൽ പാലിച്ചാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നാണ്. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ധാരാളം സമയം ചെലവഴിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്, ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന അനിവാര്യമായ ഒരു കാര്യമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, അതാത് മതവിശ്വാസ പ്രകാരമുള്ള ദൈവത്തെ നമ്മൾ കൃത്യമായിട്ടും പഠനത്തിന് മുമ്പും അതിനുശേഷവും കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിക്കുന്ന അവസരത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമാണ്, വളരെ കുറച്ച് സമയമാണ്. ആ സമയത്തിനുള്ളിൽ നമ്മുടെ ചിന്തകൾ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. ആ ചിന്തകളെ സ്വാധീനിക്കുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതായത് നമ്മൾ ഇപ്പോൾ OMR ഷീറ്റ് ആയിക്കോട്ടെ, ഓൺലൈൻ എക്സാം ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമ്മൾ ആ ഒരു ഒറ്റ സെക്കൻഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഉറച്ച ദൃഢനിശ്ചയത്തോടു കൂടി ചെയ്ത് അത് കൃത്യമായിട്ട് പാലിക്കണമെന്നുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും പഠനത്തോടൊപ്പം തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. രാവിലെ കൃത്യമായിട്ട് എന്നും രാവിലെ എണീക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥനയും നിങ്ങളുടെ പഠനത്തോടൊപ്പം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കൃത്യമായിട്ട് പ്രാർത്ഥനയും പഠനവും ഒരുമിച്ച് ഒരേ ദിശയിൽ പോകുന്ന അവസരത്തിൽ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സാർ എന്താണ് ഈ രാവിലെ വന്ന് ഇങ്ങനെ പറയുന്നത് എന്ന് പല ഉദ്യോഗാർത്ഥികളും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന സ്വപ്നം കൃത്യമായിട്ട് സാധിച്ചെടുക്കാൻ യാതൊരു പ്രയാസവും ഇല്ലാതെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കാരണം നിങ്ങളുടെ വഴിയെ തന്നെ ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ തന്നെ ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ കൈക്കുള്ളിലേക്ക് ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പഠന രീതികൾ, അതായത് സ്റ്റഡി ടേബിൾ, സ്റ്റഡി മെറ്റീരിയൽ കൃത്യമായിട്ട് പാലിച്ച് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി കൃത്യമായിട്ട് മുമ്പോട്ട് പോകാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ JKR അക്കാഡമി വഴി ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ റാങ്ക് ഫയലുകളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതുവഴി ധാരാളം ഉദ്യോഗാർത്ഥികൾ പഠിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയൊക്കെ ലഭിക്കുന്നുണ്ട്. ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് എപ്പോഴും എന്നും ഭഗവാനോട് നിത്യവും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്ന റാങ്ക് ഫയലുകൾ മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ, ഒരു ഗുരുത്വം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. ആ ഒരു ചിന്താഗതിയാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നതിനും അത് കൃത്യമായിട്ട് പ്രയോഗിക്കുന്നതിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണമെങ്കിൽ അത് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് പ്രാർത്ഥനയോടുകൂടി തന്നെ നിങ്ങളുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.